വീതി കുറവുള്ള റോഡിനിരുവശവും കാട് വളർന്നത് മൂലം കാൽനട യാത്രാ തടസ്സവും റോഡരികിലെ മാലിന്യ നിക്ഷേപവും മൂലം ഒരു പ്രദേശം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വണ്ടിപ്പെരിയ ഡൈമുക്ക് അഞ്ചുമുക്ക് നിവാസികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയ ഡൈമുക്ക് അഞ്ചുമുക്ക് പൊതുവിലൂടെ ആനവിലാസം കുമളി മേഖലയിലേക്കുള്ള എളുപ്പപാതയുടെ ജനവാസ മേഖലയിലാണ് റോഡരികിലേക്ക് മാലിന്യം തള്ളുന്നത് മൂലം പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഇവിടെ വീടുകളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക്, ജൈവ അജൈവ മാലിന്യങ്ങളാണ് രാത്രിയുടെ മറവിൽ നിക്ഷേപിക്കുന്നത്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് തൊട്ടു താഴെയാണ് 25ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ കുടിവെള്ള സ്രോതസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതായും നാട്ടുകാർ പറയുന്നു. ഈ വണ്ടിക്കാരനെ കൊണ്ടുവന്ന് ഇടുന്നത് ഏത് വണ്ടിയാ, യവനാ, എത്ര മണിക്കാണ് വരുന്നത് ഒന്നും അറിയത്തില്ല. നൈറ്റിലെ യവൻ കൊണ്ടുവന്ന് ഇടുന്നത് അറിയത്തില്ല. പകലിലെ ആറില്ല, നൈറ്റിലെ അത് കാര്യം. പ്രദേശവാസികളെ വലയ്ക്കുന്ന മറ്റൊരു പ്രശ്നമാണ് പൊതുവെ വീതി കുറവുള്ള റോഡിന് ഇരുവശവും വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന കാടുകൾ. ഇതുവഴി കാൽനട യാത്രയായി കടന്നുപോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ വാഹനങ്ങൾ കടന്നുവരവെ റോഡരികിലേക്ക് മാറി നിൽക്കുവാൻ പോലും സാധിക്കാതെ അപകടം സംഭവിക്കുമോ എന്ന ഭീതിയിലാണ് കടന്നുപോകുന്നത്. കട്ടപ്പന വെള്ളാരംകുന്ന് ആനവിലാസം പോകുന്ന റൂട്ടായത്. പക്ഷേ ഇതിൽ ദിവസേന നിരവധി ഒത്തിരി വണ്ടികൾ പോകുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ എന്നാന്ന് വെച്ചാൽ വണ്ടികൾ പോകുന്ന സമയം ഞങ്ങളെപ്പോലെ ആളുകൾക്ക് അങ്ങോട്ട് നടക്കാനെടുക്കാനും പറ്റുന്നില്ല. കാരണം രണ്ട് സൈഡും കാട് വളർന്ന് കിടക്കുക. അത് പഞ്ചായത്ത് പണിക്കാരോട് പറഞ്ഞാലും അവർ വെട്ടിമാറ്റമൊന്നും ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ പഞ്ചായത്ത് പണിക്കാരായാലും അതൊന്ന് വെട്ടിമാറ്റി ക്ലിയർ ചെയ്ത് തരണം. കാരണം എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ആട് വണ്ടി ഇടിച്ച് ചത്തു. അപ്പോൾ അങ്ങനെ എന്നൊക്കെ എന്തെങ്കിലും ഒന്നെങ്കിൽ പഞ്ചായത്ത് പണിക്കാരോട് പറഞ്ഞ് അതൊന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നടക്കാനെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാതെ വഴിവിളക്ക് വെക്കാൻ പറ്റും ഇതുവരെ ഒരു മെമ്പർമാർ വഴിവിളക്ക് വെക്കുകയോ ഒന്നും നടന്നിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ടും മെമ്പർമാർ വന്ന് അവർ പോകുന്നുണ്ട്. പക്ഷേ ഈ അഞ്ചുമുറി ഭാഗത്ത് ഒരു കാര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തൊന്നും തരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വാഹനമിടിച്ച് ആട് ചത്ത സംഭവവും ഉണ്ടായി. അടിയന്തരമായി റോഡിനിരുവശവുമുള്ള കാടുകൾ വെട്ടിനീക്കി ഇതുവഴിയുള്ള യാത്രാഭീതി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂടാതെ റോഡരികിലെ വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വെളിച്ച സംവിധാനങ്ങൾ മിഴിയടച്ചതും പ്രദേശവാസികൾക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വെളിച്ചമില്ലാത്തത് മൂലം സന്ധ്യ മയങ്ങുന്നതോടെ ഇഴജന്തുക്കളുടെയും കാട്ടുമൃഗങ്ങളുടെയും ആക്രമണ ഭീതിയിലാണ് കാൽനട യാത്രക്കാർ കടന്നുപോകുന്നത്. പ്രദേശത്തെ മാലിന്യം നിക്ഷേപിക്കുന്നതിനും റോഡരികിലെ കാടുകൾ വെട്ടിനീക്കി സുഗമമായ യാത്ര ഒരുക്കുന്നതിനും വെളിച്ചമില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിനും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.